നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് താഴ്ത്തു പൂട്ടിയിരിക്കുകയാണല്ലോ. ചിലപ്പോ പുറത്തെവിടെയെങ്കിലും പോയതായിരിക്കോ? ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്, ഇപ്പൊ അതും. ദൂരേക്ക് എവിടെയെങ്കിലും ആണെങ്കിൽ ചുറ്റുവട്ടത്ത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പ്രകാശ്, അപ്പൊ അവരിവിടെ ഉണ്ടല്ലേ? ഉണ്ട് ചേച്ചി. ഇത് ആ കാണുന്ന വളവ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോണം. ഈ പറഞ്ഞ കാർത്തികയുടെ അച്ഛന്റെ പേര് രാജേന്ദ്രൻ എന്നാ. അമ്മയുടെ പേര് ഒരു ശൈലജ. ഇതാണ് ഫോൺ നമ്പർ. സാധാരണക്കാരാണെന്ന് തോന്നുന്നു മാഡം. എനിക്ക് തോന്നുന്നത് അന്നന്ന് പണിയെടുത്ത് അന്നന്ന് കഴിയുന്നവരാണെന്നാ. ഈ പെങ്കച്ചുണ്ടാക്കിയ മാനക്കേടിൽ നിന്ന് ഇതുവരെ ആ കുടുംബം കരകയറിയിട്ടില്ല. കൊറിയറും കൊണ്ട് ചെന്ന എന്നെ തന്നെ ഓടിച്ചു. ഒരു വിധത്തിലാ അതും കൊടുത്ത് ഞാൻ ഫോൺ നമ്പർ വാങ്ങിച്ചത്. ഒന്ന് തുറന്നു പോലും നോക്കാതെ അയാളത് വലിച്ചെറിയുക ചെയ്തത്. ഓക്കെ പ്രകാശ്, സഹായിച്ചതിന് നന്ദി. അനു, ചിലപ്പോ ഇനി നിന്റെ ആവശ്യം വേണ്ടി വരും. ഞാൻ വിളിക്കാം. എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി ചേച്ചി, ഞാൻ റെഡിയാ. പോയിട്ട് വാ, കാര്യങ്ങളേറെ ഞാൻ വിളിച്ചോളാം. ശരി. ഇത് തന്നെയല്ലേ വീട്? അതെ. ആരെയും കാണുന്നുമില്ല. ഇത് താഴ്ത്തു പൂട്ടിയിരിക്കുകയാണല്ലോ. ചിലപ്പോ പുറത്തെവിടെയെങ്കിലും പോയതായിരിക്കോ? ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്, ഇപ്പൊ അതും. ദൂരേക്ക് എവിടെയെങ്കിലും ആണെങ്കിൽ ചുറ്റുവട്ടത്ത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. നമുക്കൊന്ന് ചോദിക്കാം. അല്ല, പ്രകാശ് തന്ന നമ്പരില്ലേ, അതിലൊന്ന് വിളിച്ചാലോ? അതും സ്വിച്ച് ഓഫ്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? മാഡം, നമുക്ക് തിരക്കാന്നേ. തിരക്കി പിടിച്ച് ഇവിടെ വരെ വന്നില്ലേ, നമ്മൾ അവരെ കണ്ടെത്തുക തന്നെ ചെയ്യും. എങ്ങനെ? നമ്മൾ കാണാൻ വന്ന കാർത്തികയുടെ അച്ഛനും അമ്മയും വീട് പൂട്ടി എങ്ങോട്ടോ പോയിരിക്കുക. അവരെ വിളിക്കാനാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോൺ നമ്പർ സ്വിച്ച് ഓഫും. അവർ ഈ നാട്ടിൽ തന്നെയുണ്ടോ, ഇവിടുന്ന് പോയോ, ഒന്നും അറിയാൻ വയ്യല്ലോ. ഞാൻ എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കാനാ? അനു പറ, ഇങ്ങനെ സങ്കടപ്പെടാനാണോ നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നേ? എന്തൊക്കെ പ്രതീക്ഷയോടെ വന്നേ, എല്ലാം വെറുതെയായി. മാഡം, നമുക്കിവിടെ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കാം. വീട് പൂട്ടി പോകുന്നത് ഒരാളെങ്കിലും കാണാതിരിക്കില്ലല്ലോ. അതെ, ഈ വീട്ടിൽ താമസിക്കുന്ന രാജേന്ദ്രന്റെ ഭാര്യയല്ലേ? അവരീ നാട്ടിന്ന് പോയി. ആ കാർത്തിക ഇവിടുന്ന് പോയതിനു ശേഷം അവരിവിടെ ഒറ്റപ്പെട്ടാ കഴിഞ്ഞിരുന്നത്. ആരോടും ഒരു അടുപ്പം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ എങ്ങോട്ടാ പോയെന്ന് വല്ലതും അറിയാമോ? ഞാൻ തന്നെ എടുത്തെടുത്ത് ചോദിച്ചപ്പോഴാ പോവാണെന്നുള്ള വിവരം തന്നെ അറിഞ്ഞത്. ഒരു കാര്യം ഉറപ്പാ, ഇനി അവരിങ്ങോട്ട് വരില്ല.
അത്രത്തോളം വെറുപ്പാ അവർക്ക് ഈ നാട്ടുകാരോടും നാടിനോടും. എന്റെ കൃഷ്ണ, ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും കൃഷ്ണൻ അറിയുന്നില്ലേ? മൊത്തം പ്രശ്ന. കാര്യങ്ങളൊക്കെ അറിയില്ലെന്ന് നടിക്കുന്നുണ്ടെങ്കിലും എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്റെ ഭഗവാനെ, കൃഷ്ണന് മാത്രമേ എന്റെ വിഷ്ണുവച്ചനെ രക്ഷിക്കാൻ വേണ്ടി പറ്റൂ. വിഷ്ണുവച്ചന് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കല്യാണമായി ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത്. അതൊന്ന് മുടക്കി തരണം. തരില്ലേ? എനിക്കറിയാം, കുട്ടികള് സങ്കടം പറഞ്ഞ അങ്ങ് കേക്കും. അതുകൊണ്ടാ ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നത്. എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും കണ്ണന്റെ കയ്യിൽ പരിഹാരം ഉള്ളതല്ലേ? എന്റെ ഈ സങ്കടത്തിനും കണ്ണൻ പരിഹാരം കാണണേ. എന്റെ പ്രശ്നങ്ങൾ കേക്കണേ. ഞാൻ കണ്ണന്റെ കാല് പിടിക്കാം. എന്റെ പ്രാർത്ഥന കേക്കണേ. ഞാൻ കാല് പിടിക്കാം കണ്ണാ. വിഷ്ണുവച്ചനെ രക്ഷിക്കണേ. കാർത്തികാന്റിയെ ഒഴിവാക്കി ചേച്ചിയമ്മയെ കൊണ്ടുവരണേ. ഈ കല്യാണം ഒന്നും മുടക്കി തരണേ. രക്ഷിക്കണേ കണ്ണാ. ഒന്ന് വേഗം പാടി. അതെ. എന്താ? നീ എന്തോ പറയാൻ വന്നല്ലോ. അതെ, പറ, എന്താ നിനക്ക് അറിയേണ്ടത്? നിങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാര്യമായിട്ടാണോ? നമ്മൾ എന്നേക്കും ഈ നാട് വിട്ടു പോവാ? അതെ. അവിടെ എന്തെങ്കിലും ഒരു പണി തരപ്പെടുത്തി കിട്ടിയ അവിടെ നിൽക്കും, ഇല്ലെങ്കിൽ തിരിച്ചു പോരും. കൂട്ടത്തിൽ ഈ കുട്ടികളും പ്രാരാബ്ദമില്ലാത്തവർക്ക് എവിടെ നിന്നാലും എന്താടി? പിന്നെ ഉണ്ടായിരുന്നത് തലരിഞ്ഞു പോയെന്ന് വെച്ച് മരിക്കുന്നവരെ ജീവിക്കണ്ടേ? സ്വസ്ഥത. അതിനു വേണ്ടിയാണല്ലോ ഈ ഓട്ടം മുഴുവൻ ഓടുന്നത്. അതെവിടെ കിട്ടുന്നോ അവിടെ നിൽക്കും. അതല്ല, നല്ല ബുദ്ധി തോന്നി നമ്മുടെ കൊച്ചെങ്ങാനും തിരിച്ചു വന്നാ? നമ്മളില്ലാത്തോണ്ട് അവളുടെ ജീവൻ രക്ഷപ്പെടും. എന്റെ കൺമുമ്പിലെങ്ങാനും അവള് വന്ന് പെട്ടാൽ ഞാൻ ജയിലിൽ പോയാലും വേണ്ടൂല, വല്ല കടുകയും ഞാൻ ചെയ്തു കളയും. നല്ല ബുദ്ധി. അതവൾക്കുണ്ടായിരുന്നെങ്കിൽ അവൾ നമ്മളോട് ഇങ്ങനെ കാണിക്കൂ? ഇനി നമുക്ക് 2 മക്കളില്ല, ഒരേ ഒരു മോൻ മാത്രം. അവന്റെ അടുത്തേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.